Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ഇലയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ഇലയുടെ നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, എയർ ഫ്രയറിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കറണ്ട് ആവുമോ? ഞാൻ എയർ ഫ്രയറിൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറയുന്നുണ്ട് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കാൻ ഒട്ടും കറണ്ടിൻ്റെ ആവശ്യമില്ല. 1 മണിക്കൂർ നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 യൂണിറ്റേ ആവുള്ളൂ. അപ്പോൾ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ തേങ്ങ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ യൂസ് ചെയ്യുന്ന ഏത് പാത്രത്തിലും നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഏതൊക്കെ പാത്രം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഇനി അതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കാരണം എന്താ വെച്ചാൽ ശർക്കരയുടെ പൊടിയും തേങ്ങയും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു 2 മിനിറ്റ് ഒന്ന് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 2 മിനിറ്റാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ശർക്കരയിൽ തേങ്ങയൊക്കെ ഒന്ന് മിക്സായി കിട്ടാനും തേങ്ങ ഒന്ന് അങ്ങ് വാടി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ തേങ്ങ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അങ്ങ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ്. നെയ്യ് കുറച്ചൊന്ന് കഴിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ഇനി ഇത് വേറെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ചൂടുള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഗോതമ്പിൻ്റെ ഇലയുടെയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കറക്റ്റായിട്ടുള്ള അളവ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അപ്പത്തിനും ഇഡ്ലിക്കും ഒക്കെ മാവ് ഉണ്ടാക്കില്ലേ, അതിനെക്കാട്ടും കുറച്ചും കൂടി തിക്കായിട്ടുള്ള മാവ് വേണം കലക്കിയെടുക്കാനായിട്ട്. അതായത് ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല ഇലയിൽ. അപ്പോൾ കുറേശ്ശെ ചേർത്ത് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫുൾ വെള്ളം 3/4 കപ്പ് പൊടിക്കും 3/4 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇലയുടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി, ഒരുപാട് സമയം വാട്ടിയെടുക്കരുത്. അതിലേക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കാം. ഇത് കൈ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് പത്തിരി പോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല, പൊടി വാട്ടിയെടുക്കുകയൊന്നും വേണ്ടതാ. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി നല്ല തിന്നായിട്ടുള്ള ഇലയുടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ബാറ്റർ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ ആ ഒരു ടൈമിങ് നിങ്ങൾക്ക് തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഉള്ളു വേവാതെയൊക്കെ വരും. അതുകൊണ്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം ഇത് പരത്തി കൊടുക്കാനായിട്ട്. ഇലയിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇല മടക്കിയതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു അളവിൽ എനിക്കൊരു 5 ഇലയുടെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത്രയ്ക്ക് വലിയ ഇലയുടെ ഒന്നുമല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള അടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, മാവ് നമ്മളിങ്ങനെ കലക്കിയെടുത്തതുകൊണ്ട് ഇത് ഇലയിൽ പരത്തിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുമെന്ന്. ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. വളരെ ഈസിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് കൈവച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ ഇതാ ഫുള്ളായിട്ടും ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ 9 മിനിറ്റാണ് കേട്ടോ ഈ ഒരു അട വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത് 180 ഡിഗ്രിയിൽ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇലയട നല്ല കട്ടിയുള്ളതാണെങ്കിൽ 9 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഓരോ 3 മിനിറ്റ് കഴിയുമ്പോഴും ഞാനിതൊന്ന് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് അടിയിലുള്ളതൊക്കെ മേലിലോട്ടും ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുക, അപ്പോഴാണ് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഫസ്റ്റിൽ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഉള്ളത് മേലിലേക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ 3 മിനിറ്റ് ആയപ്പോൾ വീണ്ടും അപ്പോൾ അതാ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഇനി ഒരു ബാക്കി 3 മിനിറ്റും കൂടെ ഉണ്ട്, അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, ഒരു 9 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇലയുടെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഓരോരുത്തരുടെ എയർ ഫ്രയറിൽ ഓരോ ടൈമിംഗ് ആണ്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം വെന്തിട്ടില്ല എൻ്റെത് ശരിയായില്ല എന്നൊന്നും പറയരുത്, കറക്റ്റായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ അതാ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഞാൻ 9 മിനിറ്റും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഇലയുടെയാണ്. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതിനെക്കാട്ടും ഒന്നും കൂടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സാധാരണയായിട്ട് പണ്ടൊക്കെ ചട്ടിയിൽ ചുട്ടെടുക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തോന്നുക കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.